സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ചൊവ്വാഴ്ച. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ ജനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു. ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഓരോരോ കേന്ദ്രങ്ങളിൽ വെച്ചാണ് പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്തത്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 36,630 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തേടുന്നത്. 1.32 കോടിയിലധികം വോട്ടർമാർക്കായി 15,432 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. 480 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. ഇവിടെ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിംഗും വീഡിയോഗ്രാഫിയും ഒരുക്കിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലാകെ 2085 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളുണ്ട്. 72 പഞ്ചായത്തിലായി 1253 വാർഡ്, 12 ബ്ലോക്ക് പഞ്ചായത്തിലായി 170 വാർഡ്, ജില്ലാ പഞ്ചായത്തിലെ 24 ഡിവിഷനുകളും 6 മുനിസിപ്പാലിറ്റികളിലായി 219 വാർഡുമാണ് ഉള്ളത്. വാർഡ് വിഭജനം വന്നതോടെ ഗ്രാമപഞ്ചായത്തുകളിൽ 84-ഉം ബ്ലോക്ക് പഞ്ചായത്തിൽ 12-ഉം നഗരസഭകളിൽ 4-ഉം വാർഡുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷൻ കൂടിയിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ 1802 പോളിംഗ് സ്റ്റേഷനുകളും നഗരസഭകളിൽ 283 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് അതാത് ബ്ലോക്ക് നഗരസഭാ കേന്ദ്രങ്ങളിൽ പൂർത്തിയാക്കിയ ശേഷമാണ് വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത്. 25% അധിക മെഷീനുകൾ റിസർവായി വരണാധികാരികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഓരോ കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളും ഉപയോഗിക്കും. ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി 15 സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണ് രേഖപ്പെടുത്തുക. 15-ലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അധിക ബാലറ്റ് യൂണിറ്റ് സജ്ജമാക്കും. എന്നാൽ ജില്ലയിൽ ഒരിടത്തും 15-ന് മുകളിൽ സ്ഥാനാർത്ഥികളില്ല. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, 3 പോളിംഗ് ഓഫീസർമാർ എന്നിവരെ വോട്ടെടുപ്പിനായി നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ 20 ഉദ്യോഗസ്ഥരെ അധികമായും നിയോഗിച്ചിട്ടുണ്ട്. പോളിംഗ് സാധനങ്ങൾ നൽകാനും പോളിംഗിന് ശേഷം തിരികെ വാങ്ങിക്കാനും വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും നഗരസഭകൾക്ക് അതാത് സ്ഥാപന തലത്തിലുമാണ് വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഡിസംബർ 11-നാണ് നടക്കുക. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ.